തിരുവോണ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി 10,000 എത്തി. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഓണപ്പുടവ സമർപ്പണവും വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഉണ്ടായി. വെള്ളിയാഴ്ച പുലർച്ചെ 4:30-ക്ക് ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യം ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പിച്ചു. തിരുവോണ ദിനത്തിൽ 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദകൂട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 9-ന് പ്രസാദകൂട്ട് ആരംഭിച്ചു. വലിയ നീണ്ട ക്യൂ ആണ് പ്രസാദകൂട്ടിനുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ ബൊഫെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കാളൻ, ഓലൻ, എരിശ്ശേരി, പഴംപ്രഥമൻ, മോര്, കായവറവ്, പപ്പടം, അച്ചാർ ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഉണ്ടായിരുന്നത്. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമായിരുന്നു പ്രസാദകൂട്ട്. അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂ സംവിധാനം ക്ഷേത്രക്കുളത്തിന് വടക്കുഭാഗത്ത് ഒരുക്കിയിരുന്നു. രാവിലെ കാഴ്ചശീവേലിക്ക് ഗജവീരൻ ഇന്ദ്രസൻ, ജൂനിയർ വിഷ്ണു, അനന്തനാരായണൻ എന്നീ ദേവസ്വം കൊമ്പന്മാർ കോലമേറ്റി. ചൊവ്വല്ലൂർ മോഹനവാര്യരും സംഘവും മേളമൊരുക്കി. ഉച്ചതിരിഞ്ഞുള്ള ശീവേലിക്ക് രാജശേഖരൻ, ഇന്ദ്രസൻ, ശങ്കരനാരായണൻ, രാത്രി ശീവേലിക്ക് ബാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, ശങ്കരനാരായണൻ എന്നീ കൊമ്പന്മാർ കോലമേറ്റി. ഉച്ചതിരിഞ്ഞ് ശീവേലിക്ക് ഗുരുവായൂർ ശശിമാരാരും സംഘവും മേളം ഒരുക്കി.